ഹർഷ, കടകംപള്ളി സുരേന്ദ്രൻ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ ഞെട്ടുമോ? ഇല്ല ഇല്ല. കാരണം കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് SIT സംഘം പോകുന്നത്. കാരണം ആദ്യം കൊടുത്ത മൊഴിയിൽ അതൃപ്തി ഉണ്ടെന്നും അതിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, വിശ്വാസക്കുറവുണ്ട് എന്ന പേരിൽ രണ്ടാമത് മൊഴിയെടുപ്പിനായി വിളിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, രണ്ടാമതൊരു മൊഴിയെടുക്കൽ ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യത്തെ മൊഴിയെടുപ്പ് ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പേഴ്സണൽ ബന്ധങ്ങളൊന്നുമില്ല, സ്പോൺസർ എന്ന നിലയിലുള്ള ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. പക്ഷേ അതിനുശേഷമാണ് പല വെളിപ്പെടുത്തലുകളും ഉണ്ടായത്. അദ്ദേഹത്തിന് വ്യക്തമായ ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നു. അപ്പോൾ ഇനിയൊരു മൊഴിയെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് PS പ്രശാന്തും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെയും മൊഴിയെടുപ്പിക്കാൻ വീണ്ടും SIT വിളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ PS പ്രശാന്തിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ കടകംപള്ളി സുരേന്ദ്രൻ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ആശ്വാസത്തിലായിരുന്ന, അല്ലെങ്കിൽ ഇനി ഒരു മൊഴിയെടുക്കൽ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന, തന്റെ മൊഴിയെടുക്കലോടുകൂടി തന്നെ എല്ലാം അവസാനിച്ചു. മൊഴിയെടുക്കൽ എന്ന് പറയാൻ പാടില്ല, CPM പ്രവർത്തകർക്ക് അത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൊള്ളും. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കൽ ഒരിക്കൽ കൂടി ഉണ്ടാകില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഇത്രയും ദിവസം ഇരുന്നത്. പക്ഷേ വീണ്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില നിർണായകമായ മൊഴികൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ടായിരുന്നു, വലിയ വലിയ ഉന്നതന്മാർക്കും പല ഉദ്യോഗസ്ഥർക്കും ഉപഹാരങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാനസികാവസ്ഥ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താൻ കുടുങ്ങി, തന്റെ ചുറ്റുമുള്ള എല്ലാവരും കുടുങ്ങിക്കോട്ടെ, താൻ മാത്രം എന്തിനാണ് പാപം പൂർണ്ണമായും ഏറ്റെടുക്കേണ്ട ആവശ്യകതയില്ലല്ലോ. ബാക്കിയുള്ളവർ കൂടി പാപത്തിന്റെ പങ്ക് പറ്റി ആരൊക്കെ ലാഭം വഹിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും തന്നെയും ശിക്ഷയുടെ ഒരു പങ്കും കൂടി ഇരിക്കട്ടെ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത്. അദ്ദേഹം കൃത്യമായ കാര്യം പറഞ്ഞു, നല്ല കാര്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന കൊള്ളയിലുള്ള എല്ലാ പ്രതികളെയും പിടിക്കാൻ സാധിക്കുമായിരിക്കും. അതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസിയായിട്ടുള്ള ചേട്ടൻ അദ്ദേഹം വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒന്നിലധികം തവണ കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. 2 തവണ താൻ കണ്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തവണ അദ്ദേഹം കാണുമ്പോൾ വന്ന് പെട്ടെന്ന് പോകുന്നതായിരുന്നു. 2ാം തവണ വന്നപ്പോൾ, 2 തവണയും അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് വന്നിട്ടുള്ളത്. വന്ന സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കുകയും ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം 2 തവണ കണ്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം കാണാതെ എത്ര തവണ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി എത്ര തവണ ഉണ്ടാകാം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതെ, ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ മൊഴിയെടുപ്പിൽ ഇതൊന്നും പറഞ്ഞിരുന്നില്ല. ആ മൊഴിയെടുപ്പിന് ശേഷം സ്വന്തം ഇമേജ് എല്ലാം സേവ് ചെയ്തതിനു ശേഷമാണ് ഈ മേഴ്സർ സാക്ഷി കൂടിയായ വിക്രമൻ നായർ പുറത്തു വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ SIT സംഘത്തിന് പൂർണ്ണ ബോധ്യം വന്നു കടകംപള്ളി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പേഴ്സണലായിട്ട് ഞാൻ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടില്ല, പൊതുപരിപാടികളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് മുൻ ദേവസ്വം മന്ത്രി തന്നെ കള്ളം പറഞ്ഞതാണ് SITയോട്. അപ്പോൾ എന്തെങ്കിലും ഇത് പുറത്തു വരുമെന്നും അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും പറയുമെന്നുമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും അത് പറയരുതായിരുന്നു അത്തരം കള്ളങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് മൊഴിയെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുറമേ നിൽക്കുന്നവർക്കാണ് നമുക്കിത് ഇതുകൊണ്ട് മാത്രമായിരിക്കാം എന്ന് ചിന്തിക്കുന്നത്. മറ്റ് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് SIT പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. കടകംപള്ളി അറസ്റ്റിലാകപ്പെടില്ല എന്ന് നമുക്ക് സൗഹാർദ്ദമുള്ള പല CPM പ്രവർത്തകരും പറയുന്നുണ്ട്. കടകംപള്ളി അറസ്റ്റിലാവില്ല, കടകംപള്ളി ഇങ്ങനെ അറസ്റ്റിലാവാനാ? നിങ്ങളൊക്കെ ഞെട്ടും, കടകംപള്ളി അറസ്റ്റിലാവില്ല. പക്ഷെ അറസ്റ്റിലാകും വരും ദിവസങ്ങളിൽ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മണിക്കൂറുകൾക്കുള്ളിൽ കടകംപള്ളി അറസ്റ്റിലാകുന്ന സാഹചര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ കടകംപള്ളിക്ക് വിനയായത് തന്റെ തന്നെ മൊഴിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ ആദ്യമേ തന്നെ അദ്ദേഹം ഉള്ള കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ആശ്വാസത്തോടു കൂടി പുറത്ത് നടക്കാമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നോക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് വാസു അറസ്റ്റിലാകുന്നു, പത്മകുമാർ അറസ്റ്റിലാകുന്നു. പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് കടകംപള്ളി പിന്നീട് ചോദ്യം ചെയ്യലിലേക്ക് എത്തുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചു അദ്ദേഹം അറസ്റ്റിലേക്ക് ആകുമെന്നുള്ളത്. ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞ ചെറിയൊരു നുണ, അതാണ് ഇവിടെ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അന്ന് അദ്ദേഹം സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ SITയുടെ പണിയെങ്കിലും കുറച്ചുകൂടി എളുപ്പമായിരുന്നേനെ എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ SIT സംഘം 2019 മുതലുള്ള കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തൊക്കെ ലഭിച്ചു നമുക്ക് നേരത്തെ അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പലർക്കും ഉപഹാരങ്ങൾ, സ്നേഹ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ഒപ്പമുള്ള ഫോട്ടോസ് ഒക്കെ പുറത്തു വരുമ്പോൾ അതൊരു കല്യാണ പരിപാടിയിൽ, ഒരു വിവാഹ സൽക്കാര ചടങ്ങിലൊക്കെയാണ് ഒരുമിച്ചുണ്ടാകുന്നത്. പക്ഷേ കടകംപള്ളിയുമായി ഉണ്ടായിരുന്നത് കേരളത്തിന് പുറത്തുള്ള സ്വകാര്യ നക്ഷത്ര ഹോട്ടലുകളിൽ സ്വകാര്യ കൂടിക്കാഴ്ചകളായിരുന്നു. അപ്പോൾ എന്തൊക്കെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, എന്തൊക്കെ കയ്യിൽ വന്നിട്ടുണ്ട് എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണ്. അതെ, തീർച്ചയായും. പക്ഷെ ഇവിടെ നമ്മൾ വിട്ടുപോകരുതാത്തൊരു കാര്യമുണ്ട്. അടൂർ പ്രകാശും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ
കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു CPM പ്രവർത്തകരോട് സംസാരിച്ച സമയത്ത് നമ്മുടെ കൂടെയുള്ള അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അതിനിപ്പോ എന്താ തെറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നതും തെറ്റില്ല എന്ന് പറഞ്ഞു വരുത്തി നിൽക്കുന്ന. പക്ഷെ ഒരിക്കലുമല്ല. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അടൂർ പ്രകാശ് ആണെങ്കിലും ഇപ്പോൾ മോദി ആണെങ്കിലും ഈ പറയുന്ന സോണിയാഗാന്ധിയാണ് പോയതെങ്കിലും ഇവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ശബരിമലയിൽ നിന്ന് എന്ത് കൊണ്ടുപോയാലും ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്ന ഏതൊരു വ്യക്തി ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നതാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് കേരളത്തിലുള്ള എല്ലാ ജനതയും ആഗ്രഹിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ 2019 മുതൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല അദ്ദേഹം പോയിരുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് ചർച്ച ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു ഡിസംബറിലാണ് അദ്ദേഹത്തെ ആദ്യം ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്ത് നടത്തിയ വിദേശ യാത്രകളുടെ കണക്കുകളും അതിൽ വ്യക്തിപരമായും ഔദ്യോഗികമായും എത്ര യാത്രകൾ നടത്തി എന്നുള്ളത്, ഇന്ത്യക്ക് പുറത്ത് എത്ര ഇടങ്ങളിൽ പോയിട്ടുണ്ട്, കേരളത്തിന് പുറത്ത് എത്ര ഇടങ്ങളിൽ പോയിട്ടുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ, ഇതിനെല്ലാത്തിനും കൃത്യമായ ഒരു ഡാറ്റ ഇപ്പോൾ SITയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മിന്നൽ പരിശോധന തന്നെയായിരുന്നു. ആരും പ്രതീക്ഷിക്കാതെ എല്ലായിടങ്ങളിലും, അതായത് ഇവർക്ക് ഡാറ്റകൾ ഒളിപ്പിക്കാൻ പോലും സാധിക്കാത്ത നിലയിലായിരുന്നു ഒരു അന്വേഷണം നടന്നിട്ടുള്ളത്. പത്മകുമാറിന്റെ വീട്ടിൽ 10 മണിക്കൂറുകളോളമായിരുന്നു ആ ഒരു അന്വേഷണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പല തെളിവുകളും, നിർണായകമായ പല തെളിവുകളും SITയുടെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം SIT വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2019 മാത്രമല്ല 2025 ഇത്തരത്തിലുള്ള കൊള്ള, അതായത് 2019 കൊള്ള നടത്താനാണെങ്കിൽ 2025 കൊള്ള മറക്കാനുള്ള പല നീക്കങ്ങളും ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സമയത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പോലും പുറത്തു വരുന്നത്. ഒരു പക്ഷേ 2025 ഇങ്ങനെ ഒരു നീക്കം പലരുടെയും ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്രയും വലിയൊരു കൊള്ള ഇന്നും കേരള ജനത അറിയാതെ തന്നെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു എന്നുള്ളതാണ്. ഇവർ ഒരു വശത്ത് നിന്ന് കൊള്ള നടത്തിക്കൊണ്ടേയിരിക്കും, ജനങ്ങൾ ഇതൊന്നും അറിയാതെ ശബരിമലയിൽ പോയി സന്നിധാനത്തിൽ ചെന്ന് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ പോലും വ്യാജമാണ് എന്നാണ് പലരും പറഞ്ഞ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെയുള്ള ഈ പറയുന്ന യഥാർത്ഥമായി ഉണ്ടായിരുന്ന ആ സ്പിരിച്വൽ വാല്യൂ ഉള്ള ആ ഒരു അയ്യപ്പൻ മറ്റെവിടെയോ ഏതോ വിദേശത്തെ എവിടെയോ ഒരു മ്യൂസിയത്തിൽ ഇരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ ആർക്കിയോളജിക്കൽ കടയിൽ അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തുതന്നെയായാലും ഒരു കാര്യം ആലോചിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത ഒരു പരാതിയുടെ പുറത്താണ് ഈ മഞ്ഞുമലയുടെ വലിയൊരു അറ്റം, മഞ്ഞുമലയുടെ ചെറിയൊരറ്റം പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി അന്വേഷണം ഇങ്ങനെ നടക്കുകയാണ്. ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ ചെയ്യിച്ചതാര് എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഹർഷ ആദ്യം സൂചിപ്പിച്ചില്ലേ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാൻ എന്തായാലും വീണു, ഇനി നിങ്ങളെല്ലാം വീഴുന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നിൽക്കുന്നുണ്ടെങ്കിലും ആരെയൊക്കെയോ സംരക്ഷിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നില്ലേ? ആരെയൊക്കെയോ ഇപ്പോൾ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു 10 പേരെ ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോ നടക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു. പോകെ ഇനി മറ്റു പലർക്കും ജാമ്യം ലഭിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലിൽ കടകംപള്ളി ഉടൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ്. അപ്പുറത്തേക്ക് പിണറായി വിജയനും ഈ പറഞ്ഞതുപോലെ ആ കാലഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് തന്നെ മൊഴിയെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തേക്കുമെന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതെല്ലാം എത്തി നിൽക്കുന്നത് നീതിയിലേക്ക് ആകട്ടെ. അതെ, ഇപ്പോൾ നിലവിൽ ജയിലിലുള്ള എല്ലാ പ്രതികളും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ പുറത്തു നടക്കുന്ന വമ്പന്മാർ എല്ലാവരും അകത്തേക്ക് പോകുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ കടകംപള്ളിയുമായുള്ള SITയുടെ ചോദ്യം ചെയ്യലും അതിനുശേഷമുള്ള കടകംപള്ളിയുടെ അറസ്റ്റും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അറസ്റ്റ് ഉണ്ടായില്ലെങ്കിലും ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ കൃത്യമായ ഒരു മൊഴിയെടുപ്പും കൃത്യമായ പ്രതികളിലേക്ക് എത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് എത്തട്ടെ.